പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിങ്ങിൻ്റെ 2ാം ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് മോട്ടിവേഷനെ കുറിച്ചാണ് വിശദമായിട്ട് നമ്മൾ കാണുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോട്ടിവേഷൻ? Psychologist says that it is motivation which stimulates people to take up work voluntarily. സ്വമനസ്സാലെ ജീവനക്കാർ അഥവാ വ്യക്തികൾ ജോലി ചെയ്യുന്നതിന് പ്രേരണ നൽകുന്നത് മോട്ടിവേഷനാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറയാറുണ്ട്. In management, motivation means the process of making subordinates to act in a desired manner to achieve certain organizational goals. മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്നാൽ പൊതുലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാനേജർമാർ ആഗ്രഹിക്കുന്ന രീതിയിൽ കീഴ്ജീവനക്കാരെ ജോലി ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ്. മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ ജീവനക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രക്രിയയാണ് പ്രചോദനം. മോട്ടിവേഷനെ നിർവചിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. മോട്ടിവേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവൃത്തിയിലേക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ അഥവാ പ്രചോദനം. പ്രചോദനവുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി മോട്ടീവ് എന്താണ്? എ മോട്ടീവ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ദാറ്റ് എനർജൈസസ് ഓർ ആക്ടിവേറ്റ്സ് ബിഹേവിയർ ടുവേർഡ്സ് ഗോൾസ്. മോട്ടീവ്സ് അറൈസ് ഔട്ട് ഓഫ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. എക്സാമ്പിൾസ് ഓഫ് സച്ച് മോട്ടീവ്സ് ആർ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്യൂരിറ്റി, അഫിലിയേഷൻ, റെക്കഗ്നീഷൻ എക്സെട്ര. ഒരു വ്യക്തിയെ പ്രവൃത്തിയിലേക്ക് നയിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രവർത്തനോന്മുഖനാക്കുകയും ചെയ്യുന്ന ആന്തരിക ഘടകമാണ് മോട്ടീവ്. ഒരാളുടെ ആഗ്രഹങ്ങളിൽ നിന്നാണ് മോട്ടീവ് ഉണ്ടാകുന്നത്. വിശപ്പ്, ദാഹം എന്നിവ പോലെ തന്നെ സുരക്ഷിതത്വം, സ്നേഹം, അംഗീകാരം എന്നിവയെല്ലാം മോട്ടീവുകളായി പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രണ്ടാമതായി, എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫൈയിങ് നീഡ്സ് ഓഫ് പീപ്പിൾ. ഒരു മോട്ടീവ് സബലീകരിക്കുന്നതിലൂടെയാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ജോലികൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ട ജീവനക്കാരൻ സ്വമേധയാ പ്രവർത്തികളിൽ സഹകരിക്കാൻ തയ്യാറാകുന്നത്. മൂന്നാമതായി, മോട്ടിവേറ്റേഴ്സ്. മോട്ടിവേറ്റർ ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. മാനേജേഴ്സ് യൂസ് diverse motivators like pay, bonus, promotion, etc. ഒരാളെ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികളെയാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനായി ശമ്പള വർധനവ്, ബോണസ്, സ്ഥാനക്കയറ്റം എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്താണ് മോട്ടിവേഷൻ്റെ പ്രത്യേകതകൾ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ? ഒന്നാമതായി, ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്. പ്രചോദനമെന്നാൽ ആന്തരികമായ ഒരനുഭൂതിയാണ്. ഈ ആന്തരിക വികാരമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെയും പെരുമാറ്റ രീതികളെയും സ്വാധീനിക്കുന്നത്. ദ ഡിസയേഴ്സ് ഓർ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ ഇന്റേണൽ, വിച്ച് ഇൻഫ്ലുവൻസസ് ഹ്യൂമൻ ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ മേ ഹാവ് ദ ഡിസയർ ഫോർ possessing a motorbike, comfortable house, reputation in the society, etc. ഇത്തരം ആഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ അഭിലാഷങ്ങളാണ് വ്യക്തികളെ
പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. അത് ഒരു മോട്ടോർ ബൈക്ക് വാങ്ങാനുള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലൊരു സൽപ്പേരുണ്ടാവണം എന്നുള്ള ആഗ്രഹമായിരിക്കാം. ഇത്തരം ഇന്റേണൽ ഫീലിംഗ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായി മോട്ടിവേഷൻ്റെ പ്രത്യേകത, ഇറ്റ് പ്രൊഡ്യൂസസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. മോട്ടിവേഷൻ വ്യക്തികളെ ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. മോട്ടിവേഷൻ റിസൾട്ട്സ് ഇൻ ആക്ഷൻസ് ടു അച്ചീവ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മോട്ടിവേഷൻ അഥവാ പ്രചോദനം. ഫോർ എക്സാമ്പിൾ, പ്രൊമോഷൻ ഇൻ എ ജോബ് മേ ബി ഗിവൺ ടു എംപ്ലോയി വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു ഇംപ്രൂവിംഗ് ഹിസ് പെർഫോമൻസ്. ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാമതായി, ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് മോട്ടിവേഷനോ നെഗറ്റീവ് മോട്ടിവേഷനോ നൽകാവുന്നതാണ്. പോസിറ്റീവ് മോട്ടിവേഷൻ പ്രൊവൈഡ്സ് റിവാർഡ്സ് ലൈക്ക് ഇൻക്രീസ് ഇൻ പേ, പ്രൊമോഷൻ, റെക്കഗ്നീഷൻ എക്സെട്ര. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജീവനക്കാർക്ക് കൂടുതൽ വേതനം നൽകുക, സ്ഥാനക്കയറ്റം നൽകുക, അവർക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ നെഗറ്റീവ് മോട്ടിവേഷൻ യൂസസ് പണിഷ്മെന്റ്, സ്റ്റോപ്പിംഗ് ഇൻക്രിമെന്റ്സ്, ത്രട്ടനിങ് എക്സെട്ര. ഇൻക്രിമെന്റ് തടയുക, അല്ലെങ്കിൽ ഭീഷണി ഉപയോഗിക്കുക, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ രീതികളാണ് നെഗറ്റീവ് മോട്ടിവേഷനിൽ വരുന്നത്. നീണ്ടു നിൽക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പോസിറ്റീവ് മോട്ടിവേഷനാണ്. നാലാമതായി, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. മോട്ടിവേഷന് ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. പീപ്പിൾ ഡിഫർ ഇൻ ദർ എക്സ്പെക്ടേഷൻസ് ആൻഡ് റിയാക്ഷൻസ്. ദസ് എ പർട്ടിക്കുലർ മോട്ടിവേറ്റർ മേ നോട്ട് ഹാവ് യൂണിഫോം ഇഫക്റ്റ് ഓൺ ഓൾ ദി മെമ്പേഴ്സ്. വ്യക്തികളെയാണ് ഇവിടെ പ്രചോദിപ്പിക്കുന്നത്, എന്നാൽ വ്യക്തികളുടെ പെരുമാറ്റ രീതികൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേപോലുള്ള മോട്ടിവേറ്റേഴ്സ് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. അതിനാൽ ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരാളിൽ ആന്തരികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ആദ്യമായി, അൺസാറ്റിസ്ഫൈഡ് നീഡ്സ്. സഫലീകരിക്കാത്ത ആഗ്രഹം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അത് അയാളിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. തുടർന്ന് അത് സഫലീകരിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു അഭിവാഞ്ച നമ്മളിലുണ്ടാകുന്നു. അപ്പോൾ തേർഡ് സ്റ്റെപ്പാണ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ ഉണ്ടാകുകയും അത് സഫലീകരിക്കുന്നതിനുള്ള ഒരു അഭിവാഞ്ച, ഒരു ആഗ്രഹം നമ്മളിലുണ്ടാകുകയും ഉടലെടുക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ഒരു സെർച്ച് ബിഹേവിയർ ഉണ്ടാകുന്നു. ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അത് നയിക്കുന്നു. അതാണ് സെർച്ച് ബിഹേവിയർ. ആ സെർച്ച് ബിഹേവിയർ നമ്മുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പര്യാപ്തമായി തീരുന്നു. അതിലൂടെ നമ്മുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ ഇല്ലാതായി മാറുന്നു. ഇതാണ് മോട്ടിവേഷൻ പ്രോസസ്സ്. മോട്ടിവേഷൻ പ്രോസസ്സിലെ വിവിധ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. അൺസാറ്റിസ്ഫൈഡ് നീഡ്സ്, അത് നമ്മൾ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള ഒരു അഭിവാഞ്ച, ഡ്രൈവ്സ് നമ്മളിൽ ഉണ്ടാകുന്നു. അതേ തുടർന്നൊരു സെർച്ച് ബിഹേവിയറിലേക്ക് അത് നയിക്കുകയും അങ്ങനെ നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുകയും നമ്മുടെ ടെൻഷൻ ഒഴിവാകുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടിവേഷനിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്.
അടുത്തായിട്ട് മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, മോട്ടിവേഷൻ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. കാര്യക്ഷമതയും പ്രവർത്തന മികവും ഉണ്ടാകുന്നതിന് മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട്. മോട്ടിവേഷൻ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു വർക്ക്. ഒരാളുടെ കഴിവുകൾ പലപ്പോഴും ലക്ഷ്യനിർവഹണത്തിലേക്ക് സഹായിച്ചെന്ന് വരില്ല. വില്ലിംഗ്നെസ്സും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എബിലിറ്റിയും വില്ലിംഗ്നെസ്സും തമ്മിലുള്ള ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ മോട്ടിവേഷൻ സഹായിക്കുന്നു. രണ്ടാമതായി, ക്രിയേറ്റ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. മോട്ടിവേഷൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. റിവാർഡ്സ് ആൻഡ് എൻകറേജ്മെന്റ് ഡെവലപ്സ് എ പോസിറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ദ വർക്ക്. റിവാർഡുകളും എൻകറേജ്മെൻറ്റും വർക്കിനോടൊരു ആഭിമുഖ്യമുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായി, മോട്ടിവേഷൻ റെഡ്യൂസസ് എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റിസം. ജോലിയിൽ നിന്ന് ഒഴിവായി പോകുന്നതും ജോലിക്ക് ഹാജരാകാതിരിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട്. മോട്ടിവേഷൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ആൻഡ് മൊറൈൽ ഇൻ ദ വർക്ക് ഫോഴ്സ്. ജീവനക്കാർക്കിടയ്ക്ക് ആത്മവിശ്വാസവും വിശ്വസ്തതയും വളർത്തി മോട്ടിവേഷൻ സ്ഥാപനത്തിൽ ജീവനക്കാർ തുടരുന്നതിനും അവരിലുള്ള ആബ്സെൻറ്റീസം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. നാലാമതായി, അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. മോട്ടിവേഷൻ ക്രിയേറ്റ്സ് വില്ലിംഗ്നെസ് ടു വർക്ക് ദാറ്റ് ലീഡ്സ് ടു അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ജോലി ചെയ്യാനുള്ള താല്പര്യം ജീവനക്കാരിൽ സൃഷ്ടിച്ചുകൊണ്ട് മോട്ടിവേഷൻ ലക്ഷ്യനിർവഹണം എളുപ്പമാക്കുന്നു. അഞ്ചാമതായി, ഹെൽപ്സ് ടു അക്സെപ്റ്റ് ചേഞ്ചസ്. മോട്ടിവേഷൻ ഹെൽപ്സ് ടു അഡോപ്റ്റ് ചേഞ്ചസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. എതിർപ്പുകളെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രചോദനം ഏറെ സഹായിക്കുന്നുണ്ട്. അടുത്തായി നമ്മൾ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയാണ് കാണുന്നത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. എബ്രഹാം മാസ്ലോ, a well-known American psychologist, published the need hierarchy theory to explain the motivation phenomenon. എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്ന മോട്ടിവേഷനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന തിയറി കൊണ്ടുവരുന്നത്. മാസ്ലോസ് തിയറി ഫോക്കസസ് ഓൺ ദ നീഡ്സ് ആസ് ദ ബേസിസ് ഫോർ മോട്ടിവേഷൻ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് മോട്ടിവേഷൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു റിയലൈസ് ദാറ്റ് നീഡ് ലെവൽ ഓഫ് എംപ്ലോയി ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ടു പ്രൊവൈഡ് മോട്ടിവേഷൻ ടു ദം. ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നീഡ് ലെവൽ ഏതാണെന്ന് അസസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള മോട്ടിവേറ്റേഴ്സ് നൽകുകയും വേണം. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു മാനേജർ തൻ്റെ കീഴ് ജീവനക്കാരുടെ സഫലീകരിക്കാത്ത ആഗ്രഹങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും അവ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേറ്റേഴ്സ് നൽകി അവരെ ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. അക്കോർഡിംഗ് ടു ഹിം, ഓൺലി ദോസ് നീഡ്സ് നോട്ട് യെറ്റ് സാറ്റിസ്ഫൈഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ. ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കുന്നത് സഫലീകരിക്കാത്ത ആഗ്രഹങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു മാസ്ലോ. അൺലെസ് എ ലോവർ ഓർഡർ നീഡ് ഈസ് മെറ്റ്, എ ഹയർ ഓർഡർ നീഡ് വിൽ നോട്ട് അറൈസ്. താഴെ തലത്തിലുള്ള ഒരു ആഗ്രഹം സഫലീകരിക്കാതെ ഒരു ഉയർന്ന തലത്തിലുള്ള ആഗ്രഹം ഒരാളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് മാസ്ലോ മുന്നോട്ട് വെച്ചത്. ഹി ഫെൽറ്റ് ദാറ്റ് വിതിൻ എവരി ഹ്യൂമൻ ബീങ് there exists a hierarchy of 5 needs. എല്ലാ മനുഷ്യരിലും ആഗ്രഹങ്ങളുടെ ഒരു 5 തലത്തിലുള്ള ശ്രേണി കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തിയറിയിൽ ഹ്യൂമൻ നീഡ്സിനെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളാണവ. ഉദാഹരണമായിട്ട് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ഇതൊക്കെ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങളെയാണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമതായി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. സുരക്ഷാ ആവശ്യങ്ങളാണവ. നീഡ് ഫോർ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. ഉദാഹരണമായിട്ട് ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ സെക്യൂരിറ്റി, സെക്യൂരിറ്റി ഓഫ് സോഴ്സ് ഓഫ് ഇൻകം എക്സെട്ര. സ്ഥിരമായി ജോലി ലഭിക്കുക, സ്ഥിരമായി വരുമാനം ലഭിക്കുക, പെൻഷൻ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സിൽ വരുന്നവയാണ്. മൂന്നാമതായി സോഷ്യൽ നീഡ്സ് ആണ്. സാമൂഹ്യ ആവശ്യങ്ങൾ. നീഡ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എക്സെട്ര ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. സ്നേഹം, സൗഹൃദം, കൂട്ടായ്മ, അംഗീകാരം ഇവയെല്ലാം സാമൂഹിക ആവശ്യങ്ങൾക്ക് ഉദാഹരണമാണ്. നാലാമതായി എസ്റ്റീം നീഡ്സ്. ആത്മാഭിമാന ആവശ്യങ്ങളാണിവ. ഇവയെ ഈഗോ നീഡ്സ് എന്നും പറയാറുണ്ട്. These include factors such as self-respect, respect from others, autonomy, desire for status, prestige, dignity, recognition and attention. പദവി, അധികാരം, സ്വാതന്ത്ര്യം, പ്രശംസ എന്നിവയെല്ലാം മനുഷ്യന്റെ ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങളാണ്. അഞ്ചാമതായി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. It is the highest level of need in the hierarchy. It refers to the drive to become what one is capable of becoming. These needs include growth, self-fulfillment and achievement of goals. മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ആഗ്രഹമാണിത്. ഒരു മനുഷ്യന് കഴിയുന്നതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താനുള്ള ആഗ്രഹമാണിത്. വ്യക്തിവികാസം, ജീവിത ലക്ഷ്യം നേടൽ, ജീവിതം സഫലമാക്കൽ എന്നിവയെല്ലാം ആത്മസാക്ഷാത്കാര ആവശ്യമാണ്. ഒരു ജീവനക്കാരൻ ആരായിത്തീരുവാൻ ആഗ്രഹിച്ചുവോ അതായിത്തീരുകയാണ് ഈ ആഗ്രഹം. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹ്യൂമൻ നീഡ്സിനെ 5 തലങ്ങളിലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, തുടർന്ന് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്, ദെൻ സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സിനെയാണ് അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്നുകൂടെ വിശേഷിപ്പിക്കുന്നത്. ഉയർന്ന തലത്തിലുള്ളത് എസ്റ്റീം നീഡ്സ് അല്ലെങ്കിൽ ഈഗോ നീഡ്സ് ആണ്. ദെൻ ഏറ്റവും ടോപ്പ് ലെവലിൽ കാണുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഇവിടെ ഇൻഡിവിജ്വൽ എക്സാമ്പിള് നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക്കായിട്ട് ഹങ്കർ, വിശപ്പ് നൽകിയിരിക്കുന്നു നീഡായിട്ട്. തൊട്ട് മുകളിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, അത് സേഫ്റ്റി നീഡാണ്. ദെൻ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, അഫിലിയേഷൻ അല്ലെങ്കിൽ സോഷ്യൽ നീഡാണ്. ദെൻ ഹയർ സ്റ്റാറ്റസ്, എസ്റ്റീം നീഡാണ് അല്ലെങ്കിൽ ഈഗോ നീഡാണ്. ദെൻ സെൽഫ് ഫുൾഫിൽമെൻറ്റ്. ദെൻ ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള സീഡാണ് ബേസിക് സാലറി, അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത്. സേഫ്റ്റി നീഡിലേക്ക് വരുമ്പോൾ അത് പെൻഷൻ പ്ലാനായിട്ട് മാറുന്നു. ദെൻ അഫിലിയേഷൻ അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് വരുമ്പോൾ കോർഡിയൽ റിലേഷൻസ് വിത്ത് കൊളീഗ്സ്, സഹപ്രവർത്തകരുമായിട്ടുള്ള നല്ല ബന്ധം. ദെൻ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്ന ഒരു നല്ല പോസ്റ്റിലേക്കുള്ള നിയമനം ലഭിക്കുന്ന കാര്യങ്ങൾ, ജോബ് ടൈറ്റിൽ. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ആ ജോലിയിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്തുക. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയുടെ പ്രധാനപ്പെട്ട അസംഷനുകൾ അല്ലെങ്കിൽ കൺക്ലൂഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമതായി, പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ്സ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. മനുഷ്യന്റെ പ്രവർത്തികൾ അവന്റെ ആഗ്രഹങ്ങളെ ബേസ് ചെയ്തിരിക്കുന്നു. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിലൂടെ മാത്രമേ അവന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവന്റെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കണമെങ്കിൽ ഈ ആഗ്രഹങ്ങൾ സഫലീകരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, പീപ്പിൾസ് നീഡ്സ് ആർ ഇൻ ഹയറാർക്കിക്കൽ ഓർഡർ, സ്റ്റാർട്ടിംഗ് ഫ്രം ബേസിക് നീഡ്സ് ടു അതർ ഹയർ ലെവൽ നീഡ്സ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ ഹയറാർക്കിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അവന്റെ അടിസ്ഥാന ആഗ്രഹം മുതൽ ഹയർ ലെവലിലേക്കുള്ള ആഗ്രഹങ്ങളെ ഒരു ഹയറാർക്കിക്കൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. മൂന്നാമതായി, എ സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് എ പേഴ്സൺ. ഓൺലി നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് ക്യാൻ മോട്ടിവേറ്റ് ഹിം. സഫലീകരിച്ച ഒരാഗ്രഹം ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാസ്ലോയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. സഫലീകരിക്കാത്ത തൊട്ടു മുകളിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. നാലാമതായി, എ പേഴ്സൺ മൂവ്സ് ടു ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ദ ഹയറാർക്കി ഓൺലി വെൻ ദ ലോവർ ലെവൽ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്. താഴെ തലത്തിലുള്ള ആഗ്രഹം സഫലീകരിച്ചെങ്കിൽ മാത്രമേ ഉയർന്ന തലത്തിലേക്കുള്ള ആഗ്രഹം ഒരാളിൽ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് മാസ്ലോയുടെ അഭിപ്രായം. ഹ്യൂമൻ നീഡ്സിന്റെ ഈ ഹയറാർക്കിക്കൽ ഓർഡറിലുള്ള അറേഞ്ച്മെന്റ് പിന്നീട് പലരും വിമർശിച്ചിട്ടുണ്ടെങ്കിലും മോട്ടിവേഷനെ സംബന്ധിക്കുന്ന ഏറ്റവും അടിസ്ഥാന തിയറിയായിട്ട് ഇന്നും മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി നിലനിൽക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിനെ കുറിച്ചാണ് കാണുന്നത്. സാമ്പത്തികേതര പ്രോത്സാഹനങ്ങൾ. എന്താണ് ഇൻസെന്റീവ്സ്? All measures which are taken to motivate employees to improve their performance is called incentives. ഇൻസെന്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവനക്കാരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുവോ അവയെയാണ്. ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപാധികൾ സ്വീകരിക്കുന്നുവോ അവയെല്ലാം ഇൻസെന്റീവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. These incentives may be broadly classified as financial and non-financial. സാമ്പത്തികമെന്നും സാമ്പത്തിക ഇതരമെന്നും ഈ പ്രോത്സാഹന രീതികളെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് പണപരമായിട്ടുള്ള പ്രോത്സാഹന രീതികളാണ്. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് സാമ്പത്തിക ഇതര പ്രോത്സാഹന രീതികളാണ്. Incentive is something which stimulates a person to do certain activity. ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പ്രേരണ നൽകുന്ന എന്തിനേയും ഇൻസെന്റീവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യമായി നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിനെ കുറിച്ചാണ് കാണുന്നത്. വിവിധ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസെന്റീവുകൾ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് incentives directly or indirectly associated with monetary benefits. പണപരമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നവയാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. They are expressed in terms of money. പണപരമായിട്ട് നമുക്ക് അവയെ കണക്കാക്കാൻ പറ്റുന്നവയാണ്. വിവിധ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, പേ ആൻഡ് അലവൻസസ്. Salary includes basic pay, dearness allowance and other perquisites. അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത, അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാമാണ് പേ ആൻഡ് അലവൻസിൽ വരുന്നവ. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ രണ്ടാമതായി പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്സ്. ഉൽപാദനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വേജ് സമ്പ്രദായം, അതാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പീസ് റേറ്റ് സിസ്റ്റം ബെറ്റർ പെർഫോമൻസിന് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ മൂന്നാമതായിട്ട് ബോണസ് ആണ്. അഡീഷണൽ ഇൻസെന്റീവ്
over and above the salary based on profitability of the organization. ശമ്പളത്തിന് പുറമെ അധിക ആനുകൂല്യമായിട്ട് ബോണസ് നൽകാറുണ്ട്. ഇത് പലപ്പോഴും സ്ഥാപനത്തിൻ്റെ ലാഭവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നൽകാറുള്ളത്. നാലാമതായി പ്രോഫിറ്റ് ഷെയറിംഗ്. എംപ്ലോയീസ് ആർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ലാഭത്തിൽ പങ്കുപറ്റാനുള്ള അവസരം നൽകുന്നതാണ് പ്രോഫിറ്റ് ഷെയറിംഗ്. ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് ലാഭം പങ്കുവെക്കുന്നത് ജീവനക്കാരെ പ്രചോദിപ്പിക്കാറുണ്ട്. അഞ്ചാമതായി കോ പാർട്ട്ണർഷിപ്പ് ഓർ സ്റ്റോക്ക് ഓപ്ഷൻ. എംപ്ലോയീസ് ആർ ഓഫേർഡ് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് എ ഡിസ്കൗണ്ടഡ് റേറ്റ്. വിപണിയിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഓഹരികൾ വാങ്ങുന്നതിനുള്ള അവസരം ജീവനക്കാർക്ക് നൽകാറുണ്ട്. അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാപനത്തിൽ കോ പാർട്ട്ണർ ആകാനുള്ള അവസരം ജീവനക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആറാമതായി റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എക്സെട്ര. ഇങ്ങനെയുള്ള റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ജീവനക്കാരെ ഏറെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഏഴാമത്തെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് പെർക്വസിറ്റ്സ്. ഇവയെ ഫ്രിഞ്ച് ബെനഫിറ്റ്സ് എന്നും പറയാറുണ്ട്. ഹൗസിംഗ് ഫെസിലിറ്റീസ്, മെഡിക്കൽ, വെഹിക്കിൾ അലവൻസുകളൊക്കെ നൽകുന്നത് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന കാര്യമാണ്. അടുത്തായി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലേക്ക് കടക്കാം. സാമ്പത്തികേതര പ്രോത്സാഹന രീതികൾ. ഇൻസെൻറ്റീവ്സ് ദാറ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. പണപരമായിട്ട് പലപ്പോഴും അളക്കാൻ കഴിയാത്ത ഇൻസെൻറ്റീവ്സ് ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഓൾ ഹ്യൂമൻ നീഡ്സ് ലൈക്ക് സൈക്കോളജിക്കൽ, സോഷ്യൽ ഓർ ഇമോഷണൽ നീഡ്സ് കനോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ മണി. എല്ലാവരെയും പണം കൊടുത്ത് നമുക്ക് പ്രചോദിപ്പിക്കാൻ സാധിക്കില്ല. സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് പണം പലപ്പോഴും സഹായകരമാകണമെന്നില്ല. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലും പണപരമായ കാര്യങ്ങൾ ഉണ്ടാവാം. എങ്കിലും പണത്തേക്കാൾ മുൻതൂക്കം മറ്റ് സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. ഉദാഹരണമായി പ്രമോഷൻ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പ്രധാനപ്പെട്ടതാണ്. പ്രമോഷനോടുകൂടി ഉയർന്ന ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും പ്രമോഷനിലൂടെ ഒരു ഉയർന്ന സ്റ്റാറ്റസും അംഗീകാരവും ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രാധാന്യമറിയിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് അതിനെ പരിഗണിക്കുന്നത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പണപരമായ കാര്യങ്ങൾ ഉണ്ടാവാം, എങ്കിലും കൂടുതൽ പ്രാധാന്യം ഇമോഷണലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പ്രധാനപ്പെട്ട നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് മീൻസ് റാങ്കിങ് ഓഫ് പൊസിഷൻസ്. ഇറ്റ് ഫുൾഫിൽ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. ഒരു ഉയർന്ന സ്റ്റാറ്റസ് ലഭിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഇൻഡിവിജ്വൽ ഓട്ടോണമി, കൺസിഡറേഷൻ ടു എംപ്ലോയീസ്, റിവാർഡ്സ് എക്സെട്ര ഡെവലപ്പ് എ ഫേവറബിൾ ക്ലൈമറ്റ്. ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അത് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് പരിഗണിക്കാവുന്നതാണ്. ജീവനക്കാർ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുക, അല്ലെങ്കിൽ വേണ്ട പരിഗണന ലഭിക്കുക, അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നൽകുക തുടങ്ങിയവയെല്ലാം മെച്ചപ്പെട്ട ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അത് ജീവനക്കാരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. തൊഴിൽ അഭിവൃദ്ധിക്കുള്ള അവസരങ്ങൾ നൽകുക. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് സൗണ്ട് പ്രൊമോഷൻ പോളിസി എൻകറേജസ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. ആവശ്യമായ പരിശീലനം നൽകുക, പ്രൊമോഷൻ
നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയതെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നാലാമതായി ജോബ് എൻറിച്ച്മെന്റ്, ഇൻക്ലൂഷൻ ഓഫ് വെറൈറ്റി ഇൻ വർക്ക്, ഗിവിംഗ് വർക്കേഴ്സ് മോർ ഓട്ടോണമി ആൻഡ് റെസ്പോൺസിബിലിറ്റി, opportunities for growth, etc. are included in job enrichment, so that the job itself will become a source of motivation. കൂടുതൽ സാഹസികവും വേറിട്ടതുമായിട്ടുള്ള ചുമതലകൾ ഏൽപ്പിക്കപ്പെടുന്ന ജീവനക്കാർ തങ്ങളെ മേലധികാരികൾ വിശ്വസിക്കുന്നതായി കരുതുന്നു. അത് അവരിൽ ആത്മവിശ്വാസം വളർത്തുന്ന ഒരു പ്രോത്സാഹനമായി തീരുന്നു. ഇത്തരത്തിലുള്ള ജോലി പരിപോഷണം, ജോബ് എൻറിച്ച്മെന്റ് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അഞ്ചാമതായി എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാംസ്, തൊഴിലാളികളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും സ്ഥാപനങ്ങളിൽ നടക്കാറുണ്ട്. റെക്കഗ്നീഷൻ മീൻസ് അക്നോളജ്മെന്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഗുഡ് പെർഫോമൻസ്. ഉദാഹരണമായിട്ട് വാൾ ഓഫ് ഫെയിം, ക്യാഷ് അവാർഡ്സ്, മൊമന്റോസ് തുടങ്ങിയവയൊക്കെ നൽകാവുന്നതാണ്. ഇത്തരത്തിൽ ജീവനക്കാരുടെ നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാം, ജീവനക്കാരുടെ നേട്ടങ്ങൾ കമ്പനി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാം, മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ജീവനക്കാർക്ക് ഉപകാരങ്ങളും ഒക്കെ നൽകാം. ഇതൊക്കെ ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാമുകൾക്ക് ഉദാഹരണമാണ്. ആറാമതായി ജോബ് സെക്യൂരിറ്റി അഥവാ ജോലി ഭദ്രത. It will make the employees more confident and they will become highly motivated. ജീവനക്കാർക്ക് സ്ഥിരമായി തൊഴിൽ ഉറപ്പുവരുത്തുകയാണ് ജോലി ഭദ്രതയുടെ ലക്ഷ്യം. ജോലി സ്ഥിരത ഭാവി വരുമാനം ഉറപ്പു നൽകുകയും ജീവിത ഭദ്രത ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇത് ജീവനക്കാരുടെ സ്ഥാപനത്തിനോടുള്ള താല്പര്യവും കൂറും വർദ്ധിപ്പിക്കുന്നു. ഏഴാമത്തെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ. തീരുമാനങ്ങളിൽ പങ്കാളിത്തം നൽകുക എന്നുള്ളതാണിത്. ഇൻവോൾവിംഗ് എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ മീൻസ് ഓഫ് മോട്ടിവേഷൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജീവനക്കാരുടെ അഭിപ്രായങ്ങളും കണക്കിലെടുക്കുന്നത് അവരെ അംഗീകരിക്കുന്നതിനും അതിലൂടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് അവരുടെ സഹകരണം ഉറപ്പാക്കാനും കഴിയും. അവസാനമായി എംപ്ലോയി എംപവർമെന്റ്, ജീവനക്കാരുടെ ശാക്തീകരണം. Giving more autonomy, powers and responsibilities to subordinates will create a feeling that their contribution through the work is important to the organization. കീഴ് ജീവനക്കാർ കൂടുതൽ അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകുന്നതിലൂടെ തൊഴിലാളി ശാക്തീകരണം നടപ്പിലാക്കാൻ കഴിയും. അധികാര വികേന്ദ്രീകരണവും ചുമതലാ വിഭജനവും ജീവനക്കാരുടെ ശാക്തീകരണത്തിനുള്ള മാർഗങ്ങളാണ്. അതിലൂടെ ജീവനക്കാരുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തന മികവിന് അവരെ പ്രേരിപ്പിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ കണ്ട വിവിധ സാമ്പത്തികേതര പ്രോത്സാഹന രീതികളെ നമുക്കൊന്നുകൂടി കാണാം. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ ഉൾപ്പെടുന്നവ പേ ആൻഡ് അലവൻസസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്സ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കോ പാർട്ട്ണർഷിപ്പ് ഓർ സ്റ്റോക്ക് ഓപ്ഷൻ, റിട്ടയർമെന്റ് ബെനഫിറ്റ്സ്, പെർക്വസിറ്റ്സ് എന്നിവയാണ്. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ ഉൾപ്പെടുന്നവ സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്, എംപ്ലോയി റെക്കഗ്നീഷൻ, ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എംപ്ലോയി എംപവർമെന്റ് എന്നിവയാണ്. Thank you all.